ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മുന്തിരി ജ്യൂസ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് ഈ ടേസ്റ്റി മുന്തിരി ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് നല്ല ബ്ലാക്ക് ആയിട്ടുള്ള മുന്തിരിയാണ്. നമ്മുടെ സീഡ്ലെസ് ആയിട്ടുള്ള മുന്തിരിയില്ലേ, അതൊരു 1/4 കിലോ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലതുപോലെ കഴുകണം. ഒരു 2-3 തവണയൊക്കെ ഈ ഗ്രേപ്സ് കഴുകുന്നുണ്ട്. കാരണം ഗ്രേപ്സിൽ ഒത്തിരി അഴുക്കും പൊടിയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നല്ലതുപോലെ കഴുകിയാൽ മാത്രമേ ഉള്ളൂ അതിനകത്തുള്ള അഴുക്കെല്ലാം പോയി കിട്ടത്തുള്ളൂ. ഞാൻ ഫസ്റ്റ് ടൈം കഴുകി എടുത്തപ്പോൾ തന്നെ കണ്ടു ഇത്രയും പൊടിയൊക്കെ അതിലേക്ക് വരുന്നുണ്ട്. അപ്പം ആ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് ഞാൻ 2-3 തവണ നല്ലതുപോലെ റിൻസ് ചെയ്തിട്ട് ഈ മുന്തിരി കഴുകിയെടുക്കുക. നല്ലതുപോലെ കഴുകി ഒരു 2-3 തവണയൊക്കെ റിൻസ് ചെയ്തെടുത്തതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് അതിൽ അത്യാവശ്യം അതിൻ്റെ മുകളിൽ വരെ നിൽക്കുന്നത് പോലെ വെള്ളം ഒഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റ് അങ്ങ് വെച്ചേക്കാം. അങ്ങനെയാകുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ ചെറിയ പ്രാണികളോ എന്തെങ്കിലും അതിൻ്റെ ഇടയ്ക്കിരിപ്പുണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് പോയിക്കോളുമല്ലോ. അതിന് വേണ്ടി കേട്ടോ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒഴിച്ചിട്ട് കുറച്ച് നേരം വെക്കുന്നത്. അപ്പോൾ ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞപ്പം ഞാൻ അത് നല്ലതുപോലെ ആ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളവും നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതെല്ലാം ഒരു 2-3 തവണ കഴുകുമ്പോൾ അതും അങ്ങ് പോയിക്കോളും. എന്നിട്ട് അത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കും. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ ഇടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1-2 ടേബിൾ സ്പൂൺ ഹണി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനൊരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറാണ് ഇടുന്നത്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇങ്ങനെ ഒരു ടൈപ്പിൽ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കിയിട്ടില്ലല്ലോ, അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും. പിന്നെ ഒരു 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് തന്നെ നല്ലതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കുക. കുറച്ച് നേരം നല്ലതുപോലെ ഗ്രൈൻഡ് ചെയ്യുക. അങ്ങനെ ആകുമ്പോഴത്തേനും അതിനകത്തുനിന്നുള്ള ഫുൾ ജ്യൂസ് നമുക്ക് കിട്ടുമല്ലോ. നല്ലതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുത്ത ഈ ജ്യൂസ് നമ്മളൊന്ന് അരിച്ചെടുക്കും. നല്ലതുപോലെ അരിച്ച് കഴിയുമ്പം നമുക്ക് മുന്തിരിയുടെ തൊലിയൊക്കെ വന്നില്ലേ, അതെല്ലാം മാറ്റാം. പിന്നെ നമുക്ക് നല്ല തിന്നായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു മുന്തിരി ജ്യൂസ് ആയത്. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് തീരുവാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കല്ലേ. പിന്നെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ തന്നെ സെലക്ട് ചെയ്യാനും വിട്ടുപോകില്ല. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. കാണുന്നത് വരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.